റഫാൽ യുദ്ധവിമാന കരാറും അതിൽ മോദിയുടെ ഇടപെടലും അനിൽ അംബാനിക്ക് വേണ്ടി വിമാനം വാങ്ങാനുള്ള കരാർ വൈകിപ്പിച്ചതും കോൺഗ്രസ് ഭരണകാലത്ത് 126 യുദ്ധവിമാനങ്ങൾ വാങ്ങിയ വിലയുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള ഞെട്ടിക്കുന്ന വ്യത്യാസവുമാണിപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. മോദിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയതിലൂടെ ദസോ ഏവിയേഷന് വലിയ ലാഭമുണ്ടായി. ഗ്യാരണ്ടി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് മോദിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. രാജ്യസുരക്ഷയെ കരുതി എല്ലാം രഹസ്യമാക്കി വെക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. രാജ്യസുരക്ഷയല്ല വിഷയം. അഴിമതി ഉണ്ടായെങ്കിൽ രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് സർക്കാരിന് ഒളിച്ചിരിക്കാനാകില്ലെന്ന് കോടതി അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മതിയായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞതായും അഴിമതിയുടെ തുടക്കവും ഒടുക്കവും നരേന്ദ്രമോദിയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാജ്യത്തിപ്പോൾ എല്ലാം കാണാതാവുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. റഫാൽ ഇടപാടിന്റെ രേഖകൾ കാണാതാകുന്നു, കർഷകരുടെ പണം കാണാതാകുന്നു, 15 ലക്ഷം അവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്ന് പറഞ്ഞത് കാണാതാകുന്നു, 2 കോടി തൊഴിലവസരങ്ങൾ ആവിയായി പോകുന്നു. ക്രിമിനൽ കേസിൽ അന്വേഷണം നടത്തുന്നതിൽ എന്താണ് തടസ്സമെന്ന് മനസ്സിലാകുന്നില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു.